ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IAS പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യമായിട്ടുള്ള IAS നേടാൻ വേണ്ടി നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്കറിയാം, പല ആളുകളും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ പല മോട്ടിവേഷനും കിട്ടിയിട്ട് പ്രിപ്പറേഷനിലേക്ക് വരും. എന്നിട്ട് കുറേ വർഷങ്ങൾ അവർ പഠിക്കും. പക്ഷെ എത്ര പഠിച്ചിട്ടും അവർ ഡിഗ്രിക്കൊന്നും ഇത്ര പഠിക്കാതെ തന്നെ റാങ്കും നല്ല മാർക്കും ഫസ്റ്റ് ക്ലാസ്സൊക്കെ നേടിയ ആളുകളായിരിക്കാം. പക്ഷേ അതിൽ കൂടുതലും പഠിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് സിവിൽ സർവീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പല ആളുകളും എന്ത് ചെയ്യുന്നത് കിട്ടാതെ നിർത്തിപ്പോകുന്നു. ഇത്തരത്തിൽ സിവിൽ സർവീസ് നേടാതെ പോകുന്നവരുടെയും അതുപോലെ തന്നെ നേടിയവരുടെയും ഒക്കെ അവരുടെ പഠന രീതികളും മറ്റും നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം തയ്യാറാക്കിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിൻ്റാണ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവണം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ നടത്തേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു മെൻറ്ററിങ് പ്രോഗ്രാം സിവിൽ സർവീസ് സെൽഫായിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഫോളോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓരോ സമയത്തും നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങും അതിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗൈഡൻസ് തേടുന്ന ഒരു മെൻറ്ററിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ചേരണം താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുമായി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ ഈ നമ്പറുമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ പല സെൽഫായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ മെറ്റീരിയൽസും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു പബ്ലിക് ചാനൽ, ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽസ് UPSCയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും ആ ചാനൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. ആദ്യമായിട്ട് തുടങ്ങിയ ചാനലാണ്. എല്ലാ മെറ്റീരിയൽസും കൂടി നമ്മൾ ഒരുമിച്ച് ഇട്ട് തരുന്നതല്ല, ഓരോരോ മെറ്റീരിയൽസായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഇട്ടിരുന്ന ചാനലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്താവുന്നതാണ്, അതിൽ ചേരാവുന്നതാണ്. അപ്പോൾ UPSC പ്രിപ്പറേഷനിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പല പോയിൻറ്റുകളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ നിന്നും കണ്ടെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിൻ്റാണ് ഞാനിവിടെ പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ പോവേണ്ടത്. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ നോക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. നമുക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതിലൊന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, UPSC പ്രിപ്പറേഷനിൽ എന്താണ് UPSC എന്നറിയാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, UPSC നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മളുടെ മുന്നിലുള്ള 2 മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സിലബസ് ആണ്, മറ്റൊന്ന് അവർ എന്ത് ചോദിക്കുമെന്ന് നമ്മളെ മുൻകൂട്ടി തന്നെ അറിയിക്കുന്ന സിലബസ്. അപ്പോൾ അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ബൈഹാർട്ടില്ലെങ്കിലും പല പ്രാവശ്യം എന്ത് ചെയ്യുക, അത് വായിച്ച് ഒരു ടോപ്പിക്ക് കാണുമ്പം ഇത് ഇന്ന പേപ്പറിൽ വരുന്നതാണ്, GS4ൽ വരുന്നതാണ്, GS4ൽ തന്നെ ഏതെങ്കിലും സബ് ഹെഡിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടി നിരന്തരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് വായിക്കുക. എപ്പോഴും നിങ്ങളുടെ സിലബസിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുക. നിങ്ങളുടെ പഠനത്തിലൊക്കെ ഡൗട്ട്സ് വരുമ്പോൾ അതിലേക്ക് നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ സിലബസുമായി ബന്ധപ്പെട്ട പല വീഡിയോസും പല ആളുകളും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള യൂട്യൂബുള്ള വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, ഒന്നും കണ്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, സിലബസ്. അതുപോലെ തന്നെ ഈ സിലബസിൻ്റെ ബേസിൽ എങ്ങനെയാണ് UPSC ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള മാർഗ്ഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓപ്ഷണൽ സ്റ്റഡീസ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള GS ആയാലും ഏത് പേപ്പേഴ്സിനും എന്ത് ചെയ്യുക, സിലബസിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് നന്നായിട്ട് അനലൈസ് ചെയ്യുക. അതേ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ കൂടിയും UPSC ഏത് രീതിയിലായിരിക്കും ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനും അതിൻ്റെ UPSCയുടെ ഡിമാൻഡ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തയ്യാറെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതായതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ലീസ്റ്റ് നമ്പർ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മാക്സിമം റിവിഷൻ. ഓക്കെ, പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. ധാരാളം എനിക്കറിയാം, പല സുഹൃത്തുക്കളെയും അറിയാം, അവരൊക്കെ സിവിൽ സർവീസ് പഠനത്തിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ആര് പറയുന്ന മെറ്റീരിയൽ, എവിടെ നിന്നൊക്കെ UPSCയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് മെറ്റീരിയൽസ് കാണുന്നു അതെല്ലാം വാങ്ങിക്കൂട്ടി റൂമിൽ അടുക്കി വെക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു ഉപകാരം നമുക്ക് നേടാനില്ല എന്നുള്ളതാണ്. പലപ്പോഴും അത് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കും. കാരണം അത്രത്തോളം മെറ്റീരിയൽസും പുസ്തകങ്ങളും നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ഇതൊക്കെ വായിച്ച് തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഒരു ഡിമോട്ടിവേഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്.
അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ഏത് വിജയിച്ച ആളുകൾ എടുത്തു കഴിഞ്ഞാലും വിജയിച്ചവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെയൊക്കെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല മെറ്റീരിയൽ വേണമെന്നുള്ള നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ ബുക്സ് നിങ്ങൾ വായിക്കണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ നമ്മൾ GS ഏത് പേപ്പറിനായാലും ഓപ്ഷണൽ സ്റ്റഡീസിനായാലും ഏറ്റവും കുറഞ്ഞ നല്ല മെറ്റീരിയൽ, അതും ചെറിയ മെറ്റീരിയലാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. ആ മെറ്റീരിയൽ മാക്സിമം പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ശക്തിപ്പെടുത്തുക. നിങ്ങൾ 10 മെറ്റീരിയൽ വായിക്കുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ മാർക്ക് കിട്ടുക അല്ലെങ്കിൽ സിവിൽ സർവീസ് നേടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക. നിങ്ങൾ ഒരു മെറ്റീരിയൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് 10 പ്രാവശ്യം വായിച്ചാലായിരിക്കും. ഓക്കെ, അല്ലാതെ 10 മെറ്റീരിയൽ വായിച്ച് നമുക്കിതൊന്നും പരീക്ഷയ്ക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പം ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മാക്സിമം പ്രാവശ്യം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. റിവിഷൻ എന്നുള്ള കാര്യം UPSC പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സിവിൽ സർവീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, IAS നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റിവിഷൻ എന്നുള്ള കാര്യം ഒരിക്കലും വിട്ടുപോകരുത്. അത് ഡെയിലി, വീക്കിലി, മന്ത്ലി എല്ലാം റിവിഷൻ എന്ത് ചെയ്യണം, നമ്മളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ട് നോട്ട് മേക്കിംഗ് ആൻഡ് ആൻസർ റൈറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചില മെറ്റീരിയൽസൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വലിയ വലിയ മെറ്റീരിയൽസ് നമുക്ക് വായിക്കാനുണ്ടാവും. അപ്പോൾ ഈ മെറ്റീരിയൽ ഉദാഹരണത്തിന് ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ സ്പെക്ട്രം ഹിസ്റ്ററി വായിക്കുമ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ഈ സ്പെക്ട്രം ഹിസ്റ്ററി തന്നെ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു നോട്ട് ഉണ്ടാക്കിയെന്ന് എടുക്കാൻ, ഏറ്റവും ഷോർട്ടാക്കിയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എങ്ങനെ നോട്ട്സ് തയ്യാറാക്കാം. അത് മറ്റുള്ള ആളുകൾ കൊടുക്കാൻ വേണ്ടിയുള്ളതൊന്നല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ഈസി ആയിട്ടും മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു നോട്ട്സ് തയ്യാറാക്കുക. അതുപോലെ തന്നെ വെരി ഷോർട്ടാക്കിയിട്ട്, ഷോർട്ടാന്ന് പറയുമ്പോൾ പോയിൻറ്റ്സ് വിട്ടുപോവാതെ പല ചിത്രങ്ങളും അതുപോലെ തന്നെ പല കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നോട്ട്സ് തയ്യാറാക്കുക. ഈ നോട്ട്സ് നമുക്ക് നിരന്തരമായിട്ട് റിവിഷൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉദാഹരണമായിട്ട് ഇപ്പം 500 പേജിലുള്ള സ്പെക്ട്രം ആണെങ്കിൽ അത് 100 പേജിലേക്ക് നിങ്ങൾക്ക് നോട്ട്സാക്കി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു 100 പേജ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ 2-3 പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നോട്ട്സ് തയ്യാറാക്കുക. അതിൻ്റെ കൂടെ തന്നെ ആൻസർ റൈറ്റിംഗ്. നമ്മൾ കുറേ പഠിച്ചത് കൊണ്ട് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻസറായിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ UPSCയുടെ ഡിമാൻഡ് അനുസരിച്ച് എഴുതാൻ സാധിച്ചോണമെന്നില്ല. ആ ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് അത്രയും ക്വസ്റ്റ്യൻസ് എഴുതാൻ സാധിക്കണമെങ്കിൽ നിരന്തരമായ പ്രാക്ടീസ് നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ചേർന്ന് കൊണ്ടും എന്ത് ചെയ്യുക, മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത് പ്രിലിംസിനായാലും അതുപോലെ തന്നെ മെയിൻസിനായാലും മാക്സിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. MCQs ആയാലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം ആൻസർ ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവണം നിർബന്ധമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഒന്നാമതായിട്ട് സിലബസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ടിനെക്കുറിച്ചും വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ലീസ്റ്റ് നമ്പർ ഓഫ് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് മാക്സിമം ടൈം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. റിവിഷനാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം റിവിഷൻ്റെ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് നോട്ട്സ് മേക്കിംഗ് ആൻഡ് ആൻസർ റൈറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും ഈസി ആയിട്ട് സിവിൽ സർവീസ് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അവരുടെ ലക്ഷ്യം വെച്ചതുപോലെ ഏത് സർവീസാണോ ലക്ഷ്യം വെച്ചത് ആ സർവീസിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസാണ്, ഏത് ടോപ്പിക്കുള്ള വീഡിയോസാണ് എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ സക്സസ് ഉള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.